അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് നന്ദികേട് കാണിക്കുന്ന ബഹുദൈവാരാധകരെ ആക്ഷേപിക്കുന്ന ആയത്തുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി ഇന്ന് പഠിക്കുന്ന ആയത്തുകളിൽ അള്ളാഹു മനുഷ്യർക്ക് ഇണകളെയും മക്കളെയും മക്കളുടെ മക്കളെയും ഉണ്ടാക്കിത്തരികയും നല്ല ഭക്ഷണ വിഭവങ്ങൾ നൽകുകയും ചെയ്തു. എന്നിട്ടും മനുഷ്യരിൽ അധികം ആളുകളും അയഥാർത്ഥമായ കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അതിൽ വിശ്വസിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിച്ച് തള്ളുകയുമാണ്. എന്നിട്ടവർ അള്ളാഹുവിൻ്റെ കൂടെ ദൈവികതയിൽ പങ്കുകാരെ ചേർത്തുകൊണ്ട് ദൈവങ്ങളായി ആരാധിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് അറിയാത്ത കാര്യങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി അള്ളാഹുവിന് സമന്മാരെ ചമക്കാതിരിക്കുക എന്നാണ് അവരോട് പറയുന്നത്. 72, 73, 74 ആയത്തുകളിലാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. വിശദീകരണം അധികം ആവശ്യമില്ലാത്ത വിധം വ്യക്തമാവുന്ന ശൈലിയിലാണ് ഈ ആയത്തുകളിൽ ഈ കാര്യങ്ങൾ പറയുന്നത്. വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസിക്കും അസ്വാജ. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ളവരെ ഇണകളാക്കി തന്നിരിക്കുന്നു. മനുഷ്യരെ നിങ്ങൾക്ക് നിങ്ങളുടെ വർഗത്തിൽ നിന്ന് തന്നെ ഭാര്യാഭർത്താക്കന്മാരെ ഇണകളായി നിശ്ചയിച്ചിരിക്കുന്നു, ഇണകളാക്കി തന്നിരിക്കുന്നു. വജഅല ലക്കും മിൻ അസ്വാജിക്കും ബനീന. എന്നിട്ടവൻ നിങ്ങളുടെ ആ ഇണകളിൽ നിന്നും നിങ്ങൾക്ക് സന്താനങ്ങളെ തരികയും ചെയ്തിരിക്കുന്നു. ബനീന എന്നാൽ മക്കൾ. വഹഫദത്തൻ പേരക്കുട്ടികളെയും. ഹഫീദ് എന്നതിൻ്റെ ബഹുവചനമാണ് ഹഫദത്ത്, പേരക്കുട്ടികൾ, പൗത്രന്മാർ. ഇണകളെയും മക്കളെയും മക്കളുടെ മക്കളെയും അള്ളാഹു നിങ്ങൾക്ക് പ്രദാനം ചെയ്തത് അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ്. വറസഖക്കും മിനത്ത് തയ്യിബാത്തി. നല്ല വിഭവങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആഹരിക്കാൻ നൽകുകയും ചെയ്തു. ആഹരിക്കാൻ നല്ല വിഭവങ്ങൾ നൽകുകയും ചെയ്തു. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. എന്നിട്ട് ഈ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹു മാത്രം ചെയ്തു തന്നതാണെന്ന കാര്യം വിസ്മരിച്ചുകൊണ്ട് ഇതിലൊന്നും യാതൊരു പങ്കുമില്ലാത്ത അയഥാർത്ഥമായ ദൈവസങ്കല്പങ്ങൾ ഉണ്ടാക്കി അതിൽ വിശ്വസിക്കുകയാണ് ഈ ബഹുദൈവാരാധകർ. അഫബിൽ ബാത്തിലി യുഅ്മിനൂൻ. മിഥ്യയിൽ അവർ വിശ്വസിക്കുകയാണോ? അയഥാർത്ഥമായ കാര്യങ്ങളിൽ അവർ വിശ്വസിക്കുകയാണോ? അള്ളാഹു അല്ലാത്ത ദൈവങ്ങൾ ഉണ്ടെന്ന് സങ്കല്പിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുക എന്നത് മിഥ്യയും അയഥാർത്ഥവുമായ കാര്യമാണ്. അങ്ങനെയുള്ള സാങ്കല്പിക ദൈവങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ പങ്കുവെച്ച് നൽകുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കലുമാണ്. വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ അവർ നിഷേധിക്കുകയും ചെയ്യുന്നു. അള്ളാഹുവിൽ അവർ പങ്കു ചേർത്തുണ്ടാക്കിയ ദൈവങ്ങളാണ് പല പല അനുഗ്രഹങ്ങളും നൽകുന്നത് എന്ന് അവർ വിശ്വസിക്കുന്നത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടുള്ള നന്ദികേടും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ നിഷേധിക്കലുമാണ്. അവരിങ്ങനെ മിഥ്യാദൈവങ്ങളെ സങ്കല്പിച്ചുണ്ടാക്കുകയും അവയെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നാണ് അടുത്ത ആയത്തിൽ പറയുന്നത്. വയഅ്ബുദൂന മിൻ ദൂനില്ലാ. അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്നു. മാല യംലികു ലഹും റിസ്ഖ. അവർക്ക് വേണ്ടി ആഹാര വിഭവമായി അധീനപ്പെടുത്താത്തവയെ. മിനസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിൽ നിന്നും ഭൂമിയിൽ നിന്നും. ഷൈഅൻ യാതൊന്നും. ആകാശഭൂമികളിൽ നിന്ന് ഈ ബഹുദൈവ വിശ്വാസികൾക്കോ അല്ലെങ്കിൽ ആർക്കെങ്കിലുമോ നൽകാൻ എന്തെങ്കിലും ഒരു ആഹാര വിഭവം സ്വന്തമായി അധീനപ്പെടുത്തിയിട്ടില്ലാത്തവയെയാണ് ഇവർ ദൈവങ്ങളാണെന്ന് സങ്കല്പിച്ച് ആരാധിച്ചു കൊണ്ടിരിക്കുന്നത്. വലാ യസ്തതിഊൻ. അവർക്കതിന് സാധിക്കുകയുമില്ല. ഇവർ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന സാങ്കല്പിക ദൈവങ്ങൾക്ക് ഇത്തരം വിഭവങ്ങൾ ഒന്നുമില്ല എന്ന് മാത്രമല്ല, ഇത്തരം വിഭവങ്ങൾ അധീനപ്പെടുത്താൻ അവർക്ക് സാധിക്കുകയുമില്ല എന്നാണ് പറയുന്നത്. ഫലാ തളിരിബൂ ലില്ലാഹിൽ അംസാൽ. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് ഉപമകൾ ചമക്കരുത്. ഫലാ തളിരിബൂ. അതുകൊണ്ട് നിങ്ങൾ ചമക്കരുത്, ഉണ്ടാക്കരുത്. ലില്ലാഹി അള്ളാഹുവിന് അൽ അംസാല ഉദാഹരണങ്ങൾ. മസല് എന്നതിൻ്റെ ബഹുവചനമാണ് അംസാൽ എന്നത്. ഉപമകൾ, ഉദാഹരണങ്ങൾ, തുല്യതകൾ എന്നാണ് അതിനർത്ഥം. ഉപമകൾ ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞാൽ തുല്യമാക്കരുത്, സാദൃശ്യപ്പെടുത്തരുത് എന്നാണ്. അള്ളാഹുവിനെ മറ്റേതെങ്കിലുമായി സമപ്പെടുത്തരുത്. കാരണം ഖുർആനിൽ തന്നെ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, ലൈസ കമിസ്ലിഹി ഷൈഉൻ. അവനെപ്പോലെ വേറെ ഒന്നില്ല. അള്ളാഹുവിനെ പോലെ അള്ളാഹു മാത്രം. വലം യകുല്ലഹു കുഫുവൻ അഹദ്. അവന് തുല്യനായി യാതൊരുവനുമില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പ്രത്യേക രൂപമോ ചിത്രമോ സങ്കല്പിച്ചുണ്ടാക്കുവാൻ സാധിക്കുകയില്ല.
ഇന്നല്ലാഹ യഅലമു വ അൻതും ലാ തഅലമൂൻ. തീർച്ചയായും അള്ളാഹു അറിയുന്നു, നിങ്ങൾ അറിയുന്നില്ല. മനുഷ്യൻ അറിയുന്നത് അവൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടോ കേട്ടോ രുചിച്ചോ സ്പർശിച്ചോ ഒക്കെ അറിയാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അറിവ് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്. നടന്നതും നടക്കുന്നതും നടക്കാനിരിക്കുന്നതും കാണുന്നതും കാണാത്തതും തുടങ്ങി എല്ലാ അറിവുകളെയും ചൂഴ്ന്നു നിൽക്കുന്ന ഉൾക്കൊള്ളുന്ന സർവജ്ഞാനിയായ ദൈവമാണ് അള്ളാഹു. അവനെപ്പോലെ ഒന്നുണ്ടാവുക എന്നത് അസംഭവ്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.